നമസ്കാരം, ഞാൻ ബിജിഷുള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷുള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നത്, നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ്, ഈ ഒരു കറന്റ് ട്രെൻഡ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. കാരണം ഇതൊരു ബോത്ത് സൈഡിലേക്ക് ഒരു പ്രോബബിലിറ്റി, രണ്ട് സൈഡിലേക്കും ഒരേപോലെ ഒരു മൂവ്മെന്റിന് ഒരു സാധ്യതയുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ സൈഡിലേക്ക് നമുക്കൊരു ഡയറക്ഷൻ നമുക്ക് നൽകാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഒരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. ഈ ഒരു ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ നമുക്കൊരു ഫാളിലേക്കുള്ള ഒരു ലെവലായാലും നമുക്കിപ്പോഴും കൺഫേം ആയിട്ടില്ല. ലോവർ ലെവലിലായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല് 19,100 അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്. അവിടെ എത്തിയതിനു ശേഷമാണ് നിഫ്റ്റിയിലായാലും ഞാൻ അടുത്തൊരു റിവേഴ്സൽ പോയിന്റ്, അടുത്തൊരു ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നിഫ്റ്റി ആയാലും ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ കൺജസ്റ്റഡ് ആയിട്ട് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ അനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നായാലും സൂചിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസമായാലും മാർക്കറ്റിൽ വീഡിയോ നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ അപ്ഡേറ്റ് നൽകിയിരുന്നു. അതായത് 19,450 റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, ഓപ്പണിംഗ് തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണിത്. ആ ഒരു സെയിം ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 19,450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ആ ഒരു എക്സിറ്റ് ചെയ്തുകൊണ്ട്, ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തുകൊണ്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മാത്രമല്ല നിഫ്റ്റിയിലായാലും ഇന്ന് വന്നിരിക്കുന്ന ഒരു ലോ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് 19,420. അപ്പോൾ നിഫ്റ്റിയിലും 19,423 ആ ഒരു ബൗൺസ് നടത്തിയിരുന്നത്. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ബൗൺസ് ആയാലും നിഫ്റ്റിക്ക് 19,480 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നിഫ്റ്റിയിൽ 480 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് അടുത്തൊരു ബൈര ഒരു സെന്റിമെന്റ് ബൈക്ക് ഒരു സാധ്യത വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും റെസിസ്റ്റൻസ് ആണ്, ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. നമുക്ക് ഈ ഒരു ലെവലിന്റെ അടുത്തായാലും റെസിസ്റ്റൻസിന്റെ അടുത്തായാലും നമുക്കൊരു ബൈക്ക് ഒരു കാരണവശാലും സാധ്യതയില്ല. എപ്പോഴുലും ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് എപ്പോഴും യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം നിഫ്റ്റിയിലായാലും നമ്മൾ അടുത്തൊരു സപ്പോർട്ട് നൽകിയിരുന്നത് 19,400. 19,400, 420 എന്ന് പറയുന്ന ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ സൂചിപ്പിച്ചിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് 19,400 വീണ്ടും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം 19,460 അടുത്ത് വരെ പോയതിനു ശേഷം വീണ്ടും അവസാനത്തെ ഒരു സെക്ഷനിലായാലും 19,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. നിഫ്റ്റിയിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. ഈ ഒരു മൂവ്മെന്റ് ആയാലും ഹൈലി ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു. എന്നിരുന്നാലും ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നു, താഴത്തേക്ക് തന്നെയായിരുന്നു അവസാനത്തെ ഒരു സെഷൻ വരെയും ട്രെൻഡ് നിലനിന്നിരുന്നത്. പക്ഷെ നിഫ്റ്റിയിലെ ഈ ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ നൽകാനായിട്ട് സാധിക്കില്ല. നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിലെ എക്സ്പയറി ആണ്. പക്ഷെ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിഫ്റ്റിയിലെ എക്സ്പയറി നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വരും ദിവസങ്ങളിലായാലും കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു ലെവലുകൾ ഫോളോ ചെയ്താൽ നമുക്കൊരു കൃത്യമായിട്ടൊരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ആ ഒരു ലെവല് തന്നെ 19,420 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 400 സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. 400, 420 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ലോവർ ലെവല് നമുക്കൊരു സപ്പോർട്ട് നോക്കാം. ലോവർ ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 19,340 സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 19,260 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്.
അപ്പോൾ നിഫ്റ്റിയിലും 400 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. 420 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയാലും നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ലെവൽസ് തന്നെയാണ് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ 19,460 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ മതി. 450 റെസിസ്റ്റൻസ് വരും ദിവസങ്ങളിൽ ആക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 19,460 അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിലും ചെറിയൊരു ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 19,460 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 400 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ ഒരു വീക്ക്നെസ് വരുന്നത്. 460 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സിൻഡിവിൽ തന്നെയാണ്. ഈ ഒരു 460 മുകളിലായാലും സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഹയർ ലെവലിലേക്ക് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകൾ നൽകാനില്ല. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട് സെല്ലിൽ ആണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആയാലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത ബൈയിലേക്ക് നിലനിൽക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിലാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഇത് ഈ ഒരു സപ്പോർട്ടിന്റെ താഴെയാണ് 19,340 സപ്പോർട്ടിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇൻ കേസ് ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്താലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 340 റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത നിഫ്റ്റിയിലായാലും കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ബൗൺസ് ചെയ്തിരിക്കുന്നത് അവസാനത്തെ ഒരു സെക്ഷനിൽ ബൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും 44,500 അടുത്ത് സപ്പോർട്ടാണ്. 44,500, 400 സപ്പോർട്ട് റേഞ്ച് വരുന്നത്. അപ്പോൾ 400 ഹോൾഡ് ചെയ്തുകൊണ്ട് 500 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലാണെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുക. ഹയർ ലെവലിലേക്കായാലും റെസിസ്റ്റൻസ് വരുന്നത് 44,800 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 44,800 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് പോയാലും തിരിച്ചതിന്റെ താഴത്തേക്ക് വന്നാലാണ് ഷോർട്ട് സെല്ലിൽ ആക്റ്റീവ് ആവുക. ഇൻ കേസ് 44,900 മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ പോസിറ്റീവ് ആണ് സിൻഡിവെല്ല്. അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. പിന്നെ അതിലും മുകളിലേക്ക് ആയാലും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നത് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്ന 45,050 റെസിസ്റ്റൻസ് വരുന്നത്. ഇത് തന്നെയാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത് 45,050. ഇപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 44,400 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻസ് നൽകുക. ലോവർ ലെവലിൽ പ്രത്യേകിച്ച് സപ്പോർട്ടുകൾ നൽകാനില്ല. ട്രെൻഡ് എത്രത്തോളം പോകുമെങ്കിൽ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണിംഗ് ആയാലും. നിഫ്റ്റിയിൽ ഇന്ന് എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നിന്നാണ് ഫാള് വന്നിരിക്കുന്നത്. അതായത് 20,050. നമ്മളിത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ നോക്കി കഴിഞ്ഞാൽ അറിയാം. നിഫ്റ്റിക്കായാലും 20,080 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ആ ഒരു ലെവലായാലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ട്രെൻഡ് കിട്ടാനായിട്ട് ബോത്ത് സൈഡിലേക്ക് ഒരു പ്രോബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ട്രെൻഡ് കിട്ടാനായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നോക്കാം. ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 20,080 തന്നെയാണ് ഹയർ ലെവൽ. അതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ സെന്റിമെന്റിൽ നിലനിൽക്കുക. പിന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 20,080 ഒരു താഴെയാണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ഇവിടെയുണ്ട്. അതായത് 20,030 ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ഇന്ന് റെസിസ്റ്റൻസ് ആയിട്ട് നിലനിന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്ന ലെവലാണ്. അപ്പോൾ അത് തന്നെയാണ്
സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 2030 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. വീണ്ടും 2080 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നിഫ്റ്റിയിലും ലോവർ ലെവല് കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ടാണ് 19,900. നമ്മളിതൊരു സൂചിപ്പിച്ചിരുന്നതാണ്. 19,900 കുറിച്ച് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊരു സ്ട്രോങ്, കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തതെന്നും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിൽ സപ്പോർട്ടാണ്. ചെറിയൊരു ടൈം ഫ്രെയിമിലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്ക് നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന അതേ റേഞ്ച് സപ്പോർട്ട് 19,980. ഈ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുക. ഇന്നത്തെ മൂവ്മെന്റ് നോക്കുക. ഈ ഒരു ലെവലിൽ നിന്നാണ് 19,980 നിന്നാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോഴും നിഫ്റ്റിയിലും ആ ഒരു ഫാള് മാർക്കറ്റിൽ വന്നിരുന്നു. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ 80 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 2030 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് അടുത്തൊരു ബൈർ സെന്റിമെന്റ്. തിരിച്ച് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 19,980 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ചെറിയൊരു ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ 2030 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കുക. അല്ലെങ്കിൽ തിരിച്ച് ഓപ്പണിംഗ് റേഞ്ച് തിരിച്ച് താഴോട്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15 മിനിറ്റിന് ശേഷം എന്താണ് ഒരു ട്രെൻഡ് വരുന്ന ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് 15 മിനിറ്റിന് ശേഷം ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലെ ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ റിസൾട്ട് നമുക്ക് ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.